ബുദ്ധൻ നിർവ്വാണം കിട്ടിയ രാത്രിയിൽ രണ്ടാമത്തെ യാമത്തിൽ ബുദ്ധൻ 4 ധ്യാനം കഴിഞ്ഞ് ഒന്നാമത്തെ യാമത്തിൽ തൻ്റെ പൂർവ്വജന്മങ്ങളെ ഓർത്തു. രണ്ടാമത്തെ ധ്യാനത്തിൽ എങ്ങനെയാണ് ജീവികൾ ജനിക്കുന്നത് മരിക്കുന്നത് എന്നുള്ള ആ ജ്ഞാനത്തിലേക്ക് ബുദ്ധൻ തൻ്റെ മനസ്സിനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ബുദ്ധൻ നോക്കി, ചില ജീവികൾ സൗന്ദര്യമുള്ളവരായിട്ട് ജനിക്കുന്നു, ചിലർ വിരൂപരായിട്ട് ജനിക്കുന്നു, ചിലർ നല്ല കുലങ്ങളിൽ ജനിക്കുന്നു, ചിലർ താഴ്ന്ന കുലങ്ങളിൽ ജനിക്കുന്നു, ചിലർ സ്വർഗത്തിൽ ജനിക്കുന്നു, ചിലർ നരകത്തിൽ ജനിക്കുന്നു. ഇതിൻ്റെ കാരണം എന്താണ് എന്ന് അന്വേഷിക്കുന്ന സമയത്ത് ഭഗവാൻ ബുദ്ധന് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. ചില ജീവികൾ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും പാപപ്രവൃത്തികൾ ചെയ്യുന്നു. അതുമൂലം അവർക്ക് താഴ്ന്ന ജന്മങ്ങൾ കിട്ടുന്നു, നരകത്തിൽ പോകേണ്ടി വരുന്നു പാപപ്രവൃത്തികൾ ചെയ്യുന്ന സമയത്ത്. അതായത് ജീവികളെ കൊല്ലുക, ഉപദ്രവിക്കുക, അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത്. എന്നാൽ മറ്റുള്ള ജീവികൾ അവർ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ശരീരം കൊണ്ടോ പാപപ്രവൃത്തികൾ ചെയ്യുന്നില്ല, പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നു. അവർ മരണശേഷം സ്വർഗത്തിലും അതേപോലെ തന്നെ നല്ല കുലങ്ങളിലും ചേർന്ന് ജീവിക്കുന്നു. അതിൽ നിന്ന് ബുദ്ധന് ഒരു കാര്യം മനസ്സിലായി. എല്ലാം നമ്മുടെ കർമ്മങ്ങൾ മൂലമാണ് ഈ ഒരു വ്യത്യാസം സംഭവിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി.